ഹായ് ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഗൈസ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തുരുതുരാ അൺബോക്സിങ് വീഡിയോസ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തില്ല, കാരണം എൻ്റെ ശബ്ദം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ച് ശബ്ദമായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ കുട്ടികളെയാണ് മെയിനായിട്ട് ഈ ഒരു അൺബോക്സിങ് വീഡിയോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അവരെ എങ്ങനെ ഹാപ്പി ആക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ അവരെ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ മെറ്റീരിയൽസുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു KG കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കുറച്ചധികം ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്നും കൂടി ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2 ഐറ്റം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റമാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ആളുകളെ പരിചയപ്പെടുത്തുക. ഇത് ഇങ്ങനെ ഉണ്ട്, ചില ആളുകൾക്കൊക്കെ അറിയാത്തുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു ഐറ്റം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പിടിക്കുന്നത്. ഇതാണ് ഐറ്റം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ, ഇപ്പം എന്താ ഐറ്റമാണെന്നൊക്കെ തോന്നും അല്ലേ. ഇത് ഇന്ത്യയുടെ മാപ്പാണ്, അതൊക്കെ. പക്ഷെ ഇതിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നമുക്കൊരു പ്ലക്കർ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും ഇങ്ങനെ അതിൽ നിന്ന് പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് അവിടെ തന്നെ വെക്കാൻ പറ്റും. അങ്ങനെയാണെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. നമുക്ക് ചെയ്തോക്കെ അൺബോക്സ് ചെയ്താലോ. ഇത് എവിടെ പൊളിക്കണം അല്ലേ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സകല ശക്തി ഉപയോഗിച്ചിട്ട് വേണം അത് പൊളിക്കാൻ. സക്സസ്. ഒരു കാർഡ്ബോർഡിലാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പൊളിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഞാൻ ഇവിടെ അതിൻ്റെ പ്ലക്കർ കാണുന്നില്ലല്ലോ. പ്ലക്കർ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ഓരോരോ കുത്തിയെടുത്ത് പുറത്തേക്ക് എടുക്കാം. നല്ല ഐഡിയ സംഭവം. താഴെതാ കേരളം തമിഴ്നാട് മുതൽ അങ്ങ് മുകളിലോട്ടെല്ലാം നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു കവറും കൂടി പൊളിക്കാനിട്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എങ്ങനെ പൊളിക്കും? ചക്കറായിട്ട് പൊളിക്കാൻ പറ്റില്ല. ടാസ്ക്കാണ്. വാവ്. ഓക്കെ ഗൈസ്, നമ്മളിതാ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല കുക്കർ ഇഷ്ടം പോലെ തോന്നുന്നുണ്ട് നമുക്ക് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളെ കുട്ടികളോട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇത് പഠിപ്പിച്ചു കൊടുക്കാം. കേരള, തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, ആന്ധ്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളോട് നമുക്ക് ചോദിക്കാം. വേഗം എന്താ പറയുക, ജാർഖണ്ഡ് എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഈ പ്ലക്കർ കൊണ്ട് നോക്കട്ടോ, ഇവിടുന്ന് ഇങ്ങനെ കുത്തിയിട്ട് ജാർഖണ്ഡ് എടുത്ത് തരും. ജാർഖണ്ഡിൻ്റെ ഷേപ്പ് കണ്ടോ. നമുക്കിത് അവിടെ തന്നെ വെക്കാം പഠനം കഴിഞ്ഞാൽ. കേരളം ഇവിടെ നമ്മളെ കുഞ്ഞു കേരളം ഇതാക്കി എടുക്കണം. നമ്മുടെ സുന്ദരമായ കൊച്ചു കേരളം നമുക്കിങ്ങനെ എടുക്കാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, അത് വീഴല്ലേ. കേരള അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ ഈ ഐറ്റം നമ്മൾ യൂസ് ചെയ്യുക. ഓരോന്നും നമുക്ക് ഗുജറാത്ത് ഇതാ വരുന്നു,
ഓക്കെ, അപ്പോൾ ഗുജറാത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്കിത് നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്തു ഗൈസ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ്. എല്ലാ സ്റ്റേറ്റുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ ചെയ്തിട്ട് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് ഓരോന്ന് എടുക്കേണ്ടത്. അപ്പോൾ അത് മുഴുവൻ കുട്ടികൾ പുറത്തേക്ക് എടുത്തിട്ട് അതവരെ അറേഞ്ച് ചെയ്യിക്കാനുള്ള ഒരു ഗെയിം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊരു ടാസ്ക്കായ പരിപാടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെന്ന് പറയുമ്പോൾ താഴെ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ എങ്ങനെ കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ പുറത്തിട്ടിട്ട് ഓരോന്നും സെറ്റ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതും കൂടി വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യിക്കാമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, നമ്മുടെ തമിഴ്നാടും കൂടി നമുക്കൊന്ന് എടുത്തോക്കണം. നമ്മുടെ തമിഴ്നാട് കേരളത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാണ് തമിഴ്നാട്. അപ്പോൾ നമ്മളെടുത്തു, അവിടെ തന്നെ വെച്ചു. ഇനി അതുപോലെ തന്നെ അതാ നമ്മുടെ കർണാടക അവിടെ കിടക്കണം. അപ്പോൾ കർണാടകയും നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു 2-3 സ്റ്റേറ്റ് വെച്ചിട്ട് കുട്ടീനെ പഠിപ്പിക്കാൻ വളരെ നന്നായിട്ട്. മാത്രമല്ല അതെവിടെയാണ് കിടക്കുന്നതെന്നുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കുട്ടികളിൽ ഉണ്ടാക്കാനും ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട ആളുകൾ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക കുട്ടികൾക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഈ വീഡിയോസ് ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, ചേച്ചി എന്താ രംഗണ്ണൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ വീഡിയോസിന് കൂടുതലായിട്ടും നെഗറ്റീവ് കമൻസ് ഒക്കെ കിട്ടാറുണ്ട്. നെഗറ്റീവ് കമൻസ് പറഞ്ഞാൽ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഒന്നല്ല കേട്ടോ ഗൈസ്. കാരണം അങ്ങനെ കാണുമ്പോൾ പറയും, എന്താ അതൊരു നാണുമാനം ഇല്ലാണ്ടാണല്ലോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്ത് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാനൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് 1-2 ആളുകളിൽ നിന്നാണെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും നിർത്താതെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പല വീഡിയോസും പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ഓഡിയൻസിനെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരെ എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ 2-3 വീഡിയോസ് കൂടുതലായിട്ടൊരു 60% കാണുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നും അതുപോലെ തന്നെ ഒരു 10-15% ഒക്കെ കാണുന്ന UK, ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്, പിന്നെ എങ്ങനെ അത്രയധികം ഈ വീഡിയോസിനൊക്കെ ചില വീഡിയോസ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു June 1 ഓഫീസ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഒരു 68% ഒക്കെ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നാണ്. അതുപോലെ UK നിന്ന് കാണുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തോ നമ്മളെ വീഡിയോ ഒരു പക്ഷേ അവിടെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവരും അവരുടെ റിലേറ്റ് ആയ ആരെങ്കിലുമൊക്കെ ആണോ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിന് തന്നെ ഒരു കമൻറ്റ് വന്നതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എനിക്ക് വേണം എന്നുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടം എനിക്കുണ്ടായത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും പ്രത്യേകിച്ച് ടാലൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്നോട് പറയുന്ന എൻ്റെ വളരെ അടുത്ത് ഞാൻ കാണുന്ന ആളുകളൊക്കെ പറയുന്ന പോലെ ഇതെന്താ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ശരിയാണ്, പക്ഷെ എനിക്ക് അതേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനതല്ലേ ചെയ്യുള്ളൂ അല്ലേ, അല്ലാണ്ട് എനിക്ക് വേറെ എന്താ, എനിക്കില്ലാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഒരു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ അൺബോക്സിങ് വീഡിയോസ് വന്നപ്പോഴും എനിക്കത് ചെയ്യണമെന്ന് തോന്നിയതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ. നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനൽ അനുഭവങ്ങളും സബ്സ്ക്രൈബേഴ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു 165 ഒരു അത്രയും സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം 312 311 ആ ഒരു റേഞ്ചിലേക്ക് സബ്സ്ക്രിപ്ഷൻ എത്തി. അപ്പോൾ അത് ചില ആളുകൾ എന്നോട് പറയുന്നത് കുട്ടികൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അറിയാതെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ആയി പോകുന്നു, അങ്ങനെയൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ആവട്ടെ അല്ലേ, ഒരു
12-11 പേരുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു ഒന്നുമില്ലെങ്കിൽ ഒരു 250 ആൾക്കാരെങ്കിലും അറിഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും തന്നെ ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണോ അല്ലേ എന്നൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മളെ പാവാ കുട്ടി സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് തോന്നിയില്ല അവർക്ക് നമ്മളോട് അല്ലേ. അപ്പോൾ അത് നമ്മളൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ എടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട്